സ്കിൻ കെയറിൽ ഒരുപാട് പുതിയ ഇൻഗ്രീഡിയൻസ് വന്നിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നയസിനമൈഡ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, സിങ്ക് ഉണ്ട്, അതേപോലെ തന്നെ ആൽഫ ബ്യൂട്ടിൻ ഉണ്ട്. ഇതിൽ ഏത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം ഏത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു വീണ സിന്നർച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ള ഒരു കാര്യം വിറ്റമിൻ സി സിറത്തെക്കുറിച്ചാണ്. അതായത് ഗാർണിയറിൻ്റെ വിറ്റമിൻ സി സിറം, മിനിമലിസ്റ്റിൻ്റെ വിറ്റമിൻ സി സിറം, അങ്ങനെ കുറേയധികം വിറ്റമിൻ സി സിറമാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. ബിക്കോസ് അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അത് സ്കിന്നിന് ഗ്ലോ തരും, സ്കിന്നിനെ കുറച്ചും കൂടെ ബ്രൈറ്റൻ അപ്പ് ആക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വിറ്റമിൻ സി സിറം എല്ലാ ആൾക്കാർക്കും സ്യൂട്ടബിൾ ആവുന്ന ഒന്നല്ല. സോ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും ആദ്യം യൂസ് ചെയ്ത് തുടങ്ങുന്ന വിറ്റമിൻ സി സിറം ആണ്. വിറ്റമിൻ സി സിറം സ്യൂട്ടബിൾ ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്കിൻ കെയർ അപ്പാടെ അവിടെ നിർത്താനും സാധ്യതയുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിറ്റമിൻ സി സിറം ഭയങ്കര ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ്. പക്ഷേ അത് എല്ലാ സ്കിന്നും സ്യൂട്ടബിൾ ആണെന്നില്ല. മാത്രമല്ല അത് ഓക്സിഡൈസ്ഡ് ആവും. അതൊരു ലോങ് ടേമിലൊന്നും ചിലപ്പം ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് നിൽക്കണം എന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം, അതിനൊരു ഗ്യാപ്പ് കൊടുക്കണം, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വിറ്റമിൻ സി സിറം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പക്ഷേ അടുത്തൊരു കാര്യം, ഇപ്പോൾ ആൽഫ ബ്യൂട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആൽഫ ബ്യൂട്ടിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സേഫ് ആയിട്ട് കുറേ നാളധികം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു സിറാണ്. ആൻഡ് പിന്നെ ഉള്ളത് സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിങ്ക് പി സി എ ആണെങ്കിലും അത് പ്രത്യേകിച്ച് ബ്രൈറ്റനിങ് എപ്പോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കലോ ഒന്നും അല്ല ചെയ്യുന്നതെങ്കിലും ബാരിയർ റിപ്പയറിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതും ആക്ച്വലി നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. പക്ഷെ ഓവറോൾ എന്നോട് എപ്പോൾ ചോദിച്ചാലും ഞാൻ പറയുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നയസിനമൈഡ് ആണ്. നയസിനമൈഡ് അലർജി ഉള്ള ആൾക്കാരുണ്ടാവാം, പക്ഷേ അതല്ലാത്ത ഒരുപാട് അധികം ആൾക്കാർക്കും ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് തുടങ്ങാൻ പറ്റുന്നതും പ്രഗ്നൻസി ഉള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതും ലാക്ടേറ്റിംഗ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയസിനമൈഡ്. നയസിനമൈഡ് ഒരു എന്താ പറയുക, നമ്മൾ ഓൾറൗണ്ടർ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സിറമാണ്. അതായത് ഇപ്പോൾ സ്കിന്നൊന്ന് ബ്രൈറ്റൻ അപ്പ് ആവാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും, സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നിൽ ആക്ച്വലി പോസ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു ലുക്ക് ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓവറോൾ ബാരിയർ റിപ്പയറിനും അത് ഹെൽപ്പ് ചെയ്യും. ബാരിയർ റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു സിറം, ഇപ്പോൾ സെറാമൈഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ വേണ്ടത് പോലത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നയസിനമൈഡ് ആണ്. നയസിനമൈഡ് കുറേയധികം ബ്രാൻഡിൻ്റെത് ഞാൻ ഒരുപാട് തവണ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലയൻസിനോടൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം നയസിനമൈഡിൻ്റെ 5% വാങ്ങാനാണ്. 5% ആണ് എപ്പോഴും സ്കിന്നിനെ ഏറ്റവും ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ആൻഡ് 10% യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫോർമുലേഷൻ കുറച്ചും കൂടെ സ്റ്റേബിൾ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ 10% യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ പിന്നെയുള്ളൊരു കാര്യം, ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നയസിനമൈഡ് ബേസ്ഡ് ആയിട്ടുള്ള സിറംസ്, ക്രീംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ 2026 നിൽക്കുന്നത്. ലക്ഷറി ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നയസിനമൈഡൊക്കെ പണ്ട് ലക്ഷറി ബ്രാൻഡ്സ് മാത്രമായിരുന്നു ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ്സും നയസിനമൈഡ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനൊക്കെ ഒരു ബജറ്റിൽ എപ്പോഴും ഒതുങ്ങി നിൽക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം എന്നോട് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സിറംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന വൺ ഓഫ് ദ സിറം എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള സ്കീന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. സ്കീന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നയസിനമൈഡ് സിറമാണ്. ഈ നയസിനമൈഡ് സിറം ഞാനിത് പാക്കേജിങ് ഉൾപ്പെടെയാണ് ഇത്തവണ കാണിക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു സിറം ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അപ്പം തന്നെ ആ ഒരു സമയത്ത് തന്നെ ഒരു ഗ്ലോ വരുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം. അതായത് നമുക്ക് ഒരു സിറം യൂസ് ചെയ്യാൻ തോന്നണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ഉണ്ടാവണം. സോ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പാക്കേജിങ് ഉൾപ്പെടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്. സ്കീന എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൽഫ ബ്യൂട്ടിൻ ഉണ്ട്, സെൻട്രൽ ഏഷ്യാറ്റിക് ഉണ്ട്, അതായത്
സ്കിന്നിനെ മൊത്തത്തിൽ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ടും ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ സിങ്ക് PCA ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ബാരിയർ റിപ്പയറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സിങ്ക് PCA. സോ ഇത് മൂന്നും ഇതിനകത്തുണ്ട്. ആകെ ഇതിന് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് പെർഫ്യൂം ഉണ്ട്. ഇപ്പം ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, നിങ്ങൾക്ക് പെർഫ്യൂം അതിനകത്ത് സ്കിൻ കെയറിൽ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. എനിക്ക് ഇതിനകത്ത് ഞാൻ നോർമലി എനിക്ക് സ്കിൻ കെയറിൽ പെർഫ്യൂംസ് ഉള്ളത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷെ ഇത് ഇപ്പം മോർണിംഗ് എണീറ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് ഇടുന്ന സമയത്ത് ഭയങ്കര ഒരു റെജുവിനേഷൻ ഫീല് വരും ആൻഡ് ഭയങ്കര എനർജറ്റിക് ആവുന്നത് പോലെ അങ്ങനത്തെ ഉള്ളൊരു പെർഫ്യൂമാണ് ഇതിനകത്തുള്ളത്. ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല, പക്ഷേ ഭയങ്കര ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന, ഒരു എനർജറ്റിക് ആക്കുന്ന അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ഇതിനകത്തുള്ളത്. സോ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ എടുക്കാം. ആൻഡ് ദെൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ്. സാധാരണ നയസിനമൈഡ് നമുക്ക് ഇപ്പോൾ ഉള്ള ഒരുവിധപ്പെട്ട ഫോർമുലേഷൻസ് ഒക്കെ ഭയങ്കര വാട്ടറിയാണ്. ഇത് കുറച്ചും കൂടെ തിക്കാണ്, ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം സ്കിന്നിന് പെട്ടെന്നൊരു ഗ്ലോ കിട്ടുന്നത്. അതായത് ഒരു ജെൽ ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹൈഡ്രേഷൻ ഫീലും ഒരു ഗ്ലോയും ഒക്കെ കിട്ടില്ലേ. ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, ഇത് നോർമലി ഇങ്ങനെ ഇട്ടൊന്ന് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്നിൽ മൊത്തത്തിലൊരു ഗ്ലോ വരും. സോ എനിക്കിതിൻ്റെ മണവും ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്ന വേറൊരു കാര്യം വെച്ചാൽ, സ്കീന എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു കൂട്ടം ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബ്രാൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാൻ വേണ്ടി വീണ്ടും പല പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഈ ബ്രാൻഡിൻ്റെ തന്നെ ഒസീവിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ബ്രൈറ്റനിങ് ക്രീം ഞാൻ മുമ്പ് ഒരു തവണ കാണിച്ചിട്ടുണ്ട്. അപ്പം അന്ന് കാണിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അതിനെപ്പറ്റി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ പറയുന്നത് ഒസീവിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ക്രീമാണ്. ബ്രൈറ്റനിങ് ക്രീമാണ്. നോർമലി ഹൈഡ്രോക്യൂനിനോ അങ്ങനത്തെ ഉള്ള ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്രീമാണിത്. ആൻഡ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എനിക്കൊരു മോയ്സ്ചറൈസറിന് പകരം ആ ക്രീം യൂസ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നു. സോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ ഇത് നയസനമൈഡിൻ്റെ ഒരു സിറമായിട്ടും അതിൻ്റെ പുറത്ത് ഒരു കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ പോലെ ഞാൻ ആ ഒരു ക്രീമും യൂസ് ചെയ്യും. ആ ക്രീം ഞാൻ കുറച്ച് വീഡിയോസിന് മുമ്പാണ് കാണിച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ എനിക്ക് ആ ക്രീം ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ആ ബ്രാൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ വീണ്ടും എനിക്കത് അയച്ചു തന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല, പക്ഷേ എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സമയത്ത് ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്തും നയസിനമൈഡ് ഉണ്ട്, ഇതിനകത്തും ആൽഫ അബ്യൂട്ടിൻ ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ടൈറോസ്റ്റാറ്റ് 09 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ്. 1-2 പേരെ എനിക്ക് കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ടൈറോസ്റ്റാറ്റ് യൂസ് ചെയ്താൽ തൈറോയിഡിനെ അത് അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. ടൈറോസ്റ്റാറ്റ് ഉള്ളിൽ കഴിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ നോർമലി ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ ഇത് നമ്മൾ ടോപ്പിക്കലി സ്കിന്നിൻ്റെ പുറത്ത് യൂസ് ചെയ്യുന്നതാണ്. സ്കിന്നിൻ്റെ പുറത്ത് യൂസ് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മെലനിൻ പ്രൊഡക്ഷനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലാതെ തൈറോയിഡുമായിട്ട് യാതൊരുവിധ ബന്ധവും ഈ ഒരു ക്രീമിനില്ല. ആൻഡ് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈറോസ്റ്റാറ്റും നയസിനമൈഡും ആൽഫ അബ്യൂട്ടിനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലോങ് ടേമിൽ നിങ്ങളുടെ സ്കിന്നിലെ എന്ത് ഗ്ലോ ആണോ ഉള്ളത്, എന്താണോ സ്കിന്നിന് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ദെൻ പിന്നെ അടുത്തുള്ള എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിയാമാക്സ് ഡി ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൻമെൻ്റ് ആണ്. അത് ഫാർമസിയിൽ നിന്ന് കിട്ടുന്നതാണ്, ഫാർമസി പ്രൊഡക്റ്റ് ആണ്. ഞാൻ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് അത് ഈ പറഞ്ഞ ടാറ്റ 1mg അങ്ങനെയുള്ള സൈറ്റ്സിൽ നിന്ന് മാത്രമാണ് വാങ്ങാൻ പറ്റുന്നത്. സോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം എന്തായാലും. അത് 5% ഒരു നയസിനമൈഡ് സിറം എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടോ അങ്ങനെ എത്രയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ക്രീമാണ്. ക്രീം ഓർ മോയ്സ്ചറൈസർ ഓർ അതൊരു സിറത്തിൻ്റെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, സിറം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ഈ സിറം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിരിക്കും കുറേ അധികം ആൾക്കാർക്ക് ഇഷ്ടം. ബിക്കോസ് ഒന്ന് അതിൻ്റെ ഒരു ഫീല്, രണ്ട് അത് എന്താ പറയുക നമ്മൾ കുറേ ഫാൻസി ആയിട്ട് അത് യൂസ് ചെയ്യുന്ന പോലെ. പിന്നെ മൂന്നാമത്തെ കാര്യം അതിൻ്റെ അബ്സോർപ്ഷൻ പെട്ടെന്നായിരിക്കും. സോ അതുകൊണ്ട് തന്നെ സിറം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാവുന്ന അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു സിറം എന്ന് പറയുന്നത് മിനിമലിസ്റ്റിൻ്റെ നയസിനമൈഡ് 5% സിറമാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു തവണ ഡോട്ട് ആൻഡ് കീയുടെ ഒരു സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 10% നയസിനമൈഡ് സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അനുവ 10% നയസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ സ്കീന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നയസിനമൈഡ് സിറം യൂസ് ചെയ്തപ്പോൾ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. ഞാൻ ഓൾറെഡി ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഡോട്ട് ആൻഡ് കീയുടെ ഒരു 10% നയസിനമൈഡ് സിറമാണ്. അത് ഞാൻ 10% ആണെങ്കിലും അത് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു, ബിക്കോസ് അത് നന്നായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട്. പക്ഷേ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് സ്ലോ ആണ്. ബാക്കി എത്രയോ അധികം നയസിനമൈഡ് സിറംസ് വേറെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. 5% യൂസ് ചെയ്താൽ തന്നെ ആ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു 10% യൂസ് ചെയ്യണം എന്ന്, ഡോട്ട് ആൻഡ് കീയുടെ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. മുമ്പ് ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഭയങ്കര, അതിൻ്റെ ഫീലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നയസിനമൈഡ് സിറം യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സിബം പ്രൊഡക്ഷനും ഓയിൽ കൺട്രോളും അതുപോലെ തന്നെ എന്താ പറയുക, പിമ്പിൾസ് വരാതിരിക്കാനുള്ള മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റും കൂടി ഒക്കെ ഉള്ള ഒരു ഫോർമുലേഷൻ നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അതായത് സിങ്ക് PCA പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ആൽഫ ബ്യൂട്ടിൻ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും അത് നല്ലതായിരിക്കും. ആൻഡ് നയസിനമൈഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എത്ര കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. അതായത് കുറേ നാൾ, അപ്പം നമ്മളെപ്പോഴും ഞാൻ പറയുക, എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ എപ്പോഴും ഒരു സ്റ്റേപ്പിൾ പോലെ ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയസിനമൈഡ്. ഞാൻ വിറ്റമിൻ സി അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ നയസിനമൈഡ് എപ്പോഴും ഉണ്ടാവും. അത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സ്കിന്നിന് വേറെ ഡാമേജോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നയസിനമൈഡ് ഒരുവിധപ്പെട്ട എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയും മിക്സപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, റെറ്റിനോളിൻ്റെ കൂടെയും യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല. ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ആക്ച്വലി മിക്സപ്പ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റെറ്റിനോൾ ഇപ്പോൾ മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടീനേജേഴ്സ് മുതൽ നോർമലി ആൻറ്റി ഏജിങ് റുട്ടീനിൽ വരെ നയസിനമൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.